സ്ലബ് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിരാൻസിലേക്ക് സ്വാഗതം. ഞാനിത് കുറേ നാൾ മുമ്പൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു കളക്ഷനാണ് പോളി സ്ലബ് കോട്ടൺ എന്നുള്ളത്. അപ്പൊ പോളിസ്റ്ററും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. 65% കോട്ടണും 35% പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് പോളി കോട്ടൺ എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് തന്നെ ഇത് ഒരു സ്ലബ് കോട്ടൺ ആയിട്ടുള്ള ഒരു ഫിനിഷിലാണ് വരുന്നത്. പോളി സ്ലബ് കോട്ടൺ ആണ്. 2-3 ഡിസൈൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സും ഉണ്ട് കേട്ടോ. ഒരു ഡിസൈനിന്റെ തന്നെ കുറച്ച് കളേഴ്സും അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. 109 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഈ പോളി സ്ലബ് കോട്ടൺ ആവുമ്പോൾ കുറച്ച് നാളധികം തന്നെ ലാസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഫാബ്രിക്, കാരണം പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണല്ലോ. പ്യുവർ കോട്ടൺ പോലെ പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകുമോ അങ്ങനത്തെ പേടിക്കൊന്നും വേണ്ട. കുറേ പേരുണ്ട് ഈ പോളി കോട്ടൺ ലവേഴ്സ് ആയിട്ട്. കാരണം അവർ പറയുന്നത് കുറച്ചധികം നാൾ ഇത് നിലനിന്നോളും, അങ്ങനെ പെട്ടെന്ന് പ്യുവർ കോട്ടൺ പോലെ ഫെയ്ഡ് ആയി പോകില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളതൊരു ഈ ബ്രൗണിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ടോണാണ്. പേസ്റ്റൽ ബ്രൗൺ എന്നൊക്കെ പറയുന്ന ആ ടോണിലേക്കാണ് പോകുന്നത്. ഇത് വന്നിട്ടുള്ളതൊരു മാംഗോ പ്രിന്റിലാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് ഒരു റെക്റ്റാങ്കിളിനകത്തേക്കാണ് ഈ പേസ്ലി പ്രിന്റ് പോയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. നമുക്ക് ഈ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് വരുമ്പോൾ അതെല്ലാം ഡിജിറ്റൽ പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 109 ആണ്. ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 109 ആണ് കേട്ടോ. ക്ലോസിൽ കാണിക്കുമ്പോൾ ക്ലിയർ ആകും. ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ബൂട്ട പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതും ഒരു റെഡ് കളറിലാണ്. റെഡ് അല്ല, ഒരു പീച്ചിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു പീച്ച് കളർ എന്ന് പറയില്ല, ആ കളറിലാണ്. ഇതും പോളി സ്ലബ് കോട്ടൺ തന്നെ. 109 ആണ്. ചെറിയ ചെറിയ ബൂട്ട പോലത്തെ ഒരു പ്രിൻ്റാണ് പോകുന്നത്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ്. ഈ ഒരു പ്രിൻറ്റിൻ്റെ 3 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീനിലാണ്. ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്ന ആ കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിലാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് 109 തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളറിലേക്കാണ്. ഇതിൻ്റെ പ്രൈസും 109 തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇതിനൊന്നും ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ഡിസൈൻ്റെ 3 കളർ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് 109 ആണ്. പോളി സ്ലബ് കോട്ടൺ ആണ് ഫാബ്രിക്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ജാലി പാറ്റേണിലുള്ള നമുക്കൊരു അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ ഒരു പാറ്റേണിലുള്ള ഒരു പ്രിൻ്റാണ്. ഒരു ബ്ലൂ കളറിനകത്തേക്കാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ബ്ലൂവിനകത്തേക്ക് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിൻ്റാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ജാലി പോലെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ഒരു ബ്രൗൺ ആയിട്ടുള്ള കളറിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനൊന്ന് കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ആദ്യം കണ്ട അതേ ഡിസൈൻ ബ്രൗൺ കളറിലേക്ക് വന്നു എന്ന് മാത്രം. നെക്സ്റ്റ് വൺ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറിലാണ്. ഗ്രീനിനകത്തേക്കൊരു ലൈറ്റ് ക്രീം കളറിലുള്ള പ്രിൻ്റ്, ജാലി ടൈപ്പിലുള്ള പ്രിൻ്റ് തന്നെയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. വേറൊരു ഡിസൈനാണ്, ഒരു ബൂട്ട പോലത്തെ പാറ്റേൺ. ഒരു പർപ്പിളിൻ്റെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക് 2 ടോണിലാണ് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു മാർബിൾ ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രിൻ്റിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതായത് ഇങ്ങനെ ബൂട്ട പോലത്തെ പ്രിൻ്റിലുള്ളത്. ഇതിൻ്റെ 2 കളറും കൂടെ അവൈലബിൾ ആണ്, 3 കളറും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ആ ഒരു പർപ്പിൾ കളറിൻ്റെ തന്നെ 2 ടോൺ ഇതിനകത്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതൊരു സ്മോക്ക് ഗ്രേഡ് ഡാർക്കും ലൈറ്റുമായിട്ടുള്ള ടോണിലാണ്. സെയിം പ്രിൻ്റ് തന്നെ, ആ ഒരു ബൂട്ട പാറ്റേണിലുള്ള പ്രിൻ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ഇതൊന്നും തന്നെ ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് പീച്ച് കളറിലാണ്. ഈ സെയിം പ്രിൻ്റ് തന്നെ പീച്ച് കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. കുറച്ചുകൂടി കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതെല്ലാം നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഒരു സ്റ്റൈലിലാണിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് 109 തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഇത് 2 കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആദ്യം കണ്ട ബ്ലൂ അല്ല ഇത്. എന്നാൽ നേവി ബ്ലൂ ഒന്നുമല്ല, കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്.
ഇതിൻ്റെ ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇങ്ങനെ ഒരു 2 ടോൺ പോലെയാണ് ഇതിനകത്തുള്ള ആ ഒരു കളർ, ബേസ് കളർ തന്നെ പോകുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ജിയോമെട്രിക് പ്രിൻ്റാണ്. ജിയോമെട്രിക് പ്രിൻറ്റിലുള്ള ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത്. ഇതും ഒരു സ്മോക്ക് ഗ്രേഡ് ഡാർക്കർ ടോൺ എന്ന് പറയാം. അതിനകത്തേക്കൊരു ക്രീം കളറിലുള്ള പ്രിൻ്റാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ഇതിനകത്ത് കുറേ അധികം ജിയോമെട്രിക് ഡിസൈൻസ് ഇതിനകത്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് മാംഗോ പ്രിൻ്റാണ്, പീച്ച് കളറിൽ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബൂട്ട പാറ്റേൺ എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ആ ഒരു പാറ്റേണിൽ, അതായത് ഫാബ്രിക്കിൻ്റെ ബേസ് ഒരു 2 ടോണിലാണ്. മാംഗോ പ്രിൻ്റാണ്, ഇങ്ങനെ പേസ്ലി എന്നൊക്കെ പറയുന്ന പ്രിൻ്റാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ. ഈ പോളികോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കാണ്. ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് എന്നല്ല, കുറച്ചധികം കളർ അധികം കോട്ടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കുറേ നാളുകൂടെ കളർ നിൽക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്. കാരണം ഇതിനകത്ത് പോളിസ്റ്ററും കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ. നെക്സ്റ്റ് വൺ കാണുന്നത് സ്മോക്ക് ഗ്രേ തന്നെ. അപ്പം നമ്മളിപ്പോൾ ഈ സ്മോക്ക് ഗ്രേയും ഈ പർപ്പിളൊക്കെ 2-3 ഡിസൈനിൽ കണ്ടല്ലോ. ബേസ് സെയിം കളറാണ്, പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിരുന്നത്. എല്ലാം പ്രൈസ് ഒന്ന് തന്നെയാണ്, 109 ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് താഴോട്ട് പോകുന്ന പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഒരു ജിയോമെട്രിക് ഡിസൈനാണ്. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ആ ഡ്രസ്സിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറെന്ന് പറയാം, ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഡിസൈനകത്ത് ഒരു കാന്തയുടെ പ്രിൻ്റ് പോകുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് കാന്ത വർക്കുള്ള ഫാബ്രിക് ആണോ എന്ന് തോന്നും. അതുപോലത്തെ ഒരു ഡിസൈനും കൂടി ഇതിനകത്ത് പ്രിൻ്റ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ് കേട്ടോ. ഗ്രീനാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നു ബോട്ടിൽ ഗ്രീൻ, ഇത് അങ്ങനത്തെ അല്ല, കുറച്ചും കൂടെ ഉദിച്ചു നിൽക്കുന്ന ഒരു ഗ്രീൻ കളറാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് കണ്ടത് പോളി സ്ലബ് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. പോളിസ്റ്ററും കോട്ടനും കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ 65%, പോളിസ്റ്റർ 35%. കുറേയധികം ലാസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കളർ, അങ്ങനത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. 109 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് പെർ മീറ്റർ. അതുപോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 എന്ന് കോൺടാക്റ്റ് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.